അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ത്യ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പോകണമോ? ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കാൻ അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യുക? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളിവിടെ സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണോ നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. We are living in a democracy. We have elected a government. Whatever is their political choice, we have to accept.